കൊണ്ടുണ്ടാകുന്ന ഈ ഹോർമോണൽ ഇംബാലൻസ്, ആ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന ഇമോഷണൽ ഡിസ്റ്റർബൻസസിനെ ബാലൻസ് ചെയ്യാൻ ഹോമിയോപ്പതിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് ചില സ്ത്രീകൾക്ക് ഫൈബ്രോയിഡ് വരുന്നത്? ഹായ്, ദിസ് ഇസ് ഡോക്ടർ ഹന്ന നസ്രിൻ ഫ്രം പ്രൈം ഹോമിയോപ്പതിക് ഹെൽത്ത് കെയർ ക്ലിനിക്സ്. ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയി ഇന്നത്തെ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ്. എന്നാൽ എല്ലാ സ്ത്രീകൾക്കും അത് വരണമെന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ചില സ്ത്രീകൾക്ക് മാത്രം ഫൈബ്രോയിഡ് വരുന്നത്? ഇതിന് പ്രധാനമായി 4 കാരണങ്ങളാണുള്ളത്. നമ്പർ 1, ജനറ്റിക്സ്. അതായത് നമ്മുടെ അമ്മയ്ക്കോ നമ്മുടെ സഹോദരിക്കോ ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ നമുക്കത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അതായത് നമ്മുടെ യൂട്രൈൻ മസിൽ സെൽസ് അബ്നോർമലി ഗ്രോ ചെയ്യാനുള്ള ഒരു ജീൻസ് ഇൻഹെറിറ്റഡ് ആയി അവർക്ക് ലഭിക്കാം. അതുകൊണ്ടാണ് ചില കുടുംബങ്ങളിൽ അധികമായി ഫൈബ്രോയിഡിന്റെ കേസസ് കണ്ടുവരുന്നത്. നമ്പർ 2, ഹോർമോൺസ്. അതായത് നമ്മുടെ ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ഹോർമോൺസ് ഫൈബ്രോയിഡിന്റെ കാര്യത്തിൽ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ റീപ്രൊഡക്റ്റീവ് ഏജസിലുള്ള സ്ത്രീകളിലായിരിക്കും കൂടുതലായി ഫൈബ്രോയിഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ മെനോപോസ് കഴിയുമ്പോൾ, അതായത് ആർത്തവ വിരാമം കഴിയുമ്പോൾ ഇതിന്റെ ഫൈബ്രോയിഡിന്റെ സൈസ് ഷ്രിങ്ക് ആവുന്നതായിട്ടും ഇതിന്റെ ഗ്രോത്ത് സ്ലോ ആവുന്നതായിട്ടും കാണാറുണ്ട്. നമ്പർ 3, ലൈഫ് സ്റ്റൈൽ ആൻഡ് ഡയറ്റ്. അതായത് അധികമായി റെഡ് മീറ്റ് കഴിക്കുന്നവരിലും വളരെ കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജീസ് കഴിക്കുന്നവരിലും ഫൈബ്രോയിഡ് വരാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഒബീസിറ്റി ഉള്ളവരിൽ, അതായത് അമിതവണ്ണം ഉള്ളവരിൽ ഈസ്ട്രജന്റെ ലെവൽ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഈസ്ട്രജൻ ലെവൽ ഫൈബ്രോയിഡിന്റെ ഗ്രോത്തിനെ വളരെയധികം സ്വാധീനിക്കാനുള്ള ചാൻസും ഉണ്ട്. അത് മാത്രമല്ല, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള സ്ത്രീകളിലും ഫൈബ്രോയിഡ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. നമ്പർ 4, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. അതായത് പ്രോസസ്ഡ് ഫുഡും പ്ലാസ്റ്റിക്കും ചില ബ്യൂട്ടി പ്രൊഡക്ട്സിലും ഒക്കെയുള്ള കെമിക്കൽസ് നമ്മുടെ ഈ ഹോർമോൺ ബാലൻസിനെ തന്നെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുവഴി തന്നെ ഈ ഹോർമോൺ ഡിസ്ട്രപ്ഷൻ നടക്കുമ്പോൾ അത് ഫൈബ്രോയിഡ് ഗ്രോത്തിനെ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഈ ഫൈബ്രോയിഡ് നമുക്ക് പൂർണ്ണമായി തടയാൻ കഴിയുമോ? അങ്ങനെ 100% ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ജീൻസ് നമുക്ക് ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല. എന്നാൽ ചില ആരോഗ്യകരമായ ശീലങ്ങൾ നമ്മൾ പിന്തുടരുന്നതിലൂടെ നമുക്ക് ഫൈബ്രോയിഡ് വരാനുള്ള റിസ്ക് വളരെയധികം കുറക്കാൻ സാധിക്കും. അതിന് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്പർ 1 എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിൽ അധികമായിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജീസ് ഇൻക്ലൂഡ് ആക്കുക. ഒരു ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, നല്ല ഉറക്കം ഉണ്ടാവുക, അതുപോലെ ആവശ്യത്തിന് വിറ്റാമിൻ ഡി നമുക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക, എപ്പോഴും എക്സസൈസ് ചെയ്യുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഫൈബ്രോയിഡ് വരാനുള്ള റിസ്ക് വളരെയധികം കുറക്കാൻ സാധിക്കും. സോ വൈ ഹോമിയോപ്പതി? അങ്ങനെ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, മറ്റുള്ള ചികിത്സാ രീതികൾ പോലെ തന്നെ ഈ ഫൈബ്രോയിഡ് കൊണ്ട് ഉണ്ടാകുന്ന ഹെവി ബ്ലീഡിങ്ങും പെയിനും ഇതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻസ് നമുക്കും ഉണ്ട്. പക്ഷേ അത് മാത്രമല്ല, ഫൈബ്രോയിഡ് കൊണ്ട് ഉണ്ടാകുന്ന ഈ ഹോർമോണൽ ഇംബാലൻസ്, ആ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന ഇമോഷണൽ ഡിസ്റ്റർബൻസസിനെ ബാലൻസ് ചെയ്യാൻ ഹോമിയോപ്പതിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഓവറോൾ ഹെൽത്ത്, അതായത് മെന്റലി ആൻഡ് ഫിസിക്കലി ഹെൽത്തി ആയിരിക്കാനും ഫൈബ്രോയിഡ് വരാനുള്ള റിസ്ക് കുറക്കാനും സാധിക്കും. ഞങ്ങളുടെ ക്ലിനിക്കിൽ, അതായത് പ്രൈമിൽ, ഞങ്ങൾ കൂടുതലും 4 സെൻറ്റിമീറ്ററിന് താഴെയുള്ള ഫൈബ്രോയിഡ് കേസസ് ആണ് ഡീൽ ചെയ്യാറുള്ളത്. സോ വരും വീഡിയോസ് ഞങ്ങളുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഫൈബ്രോയിഡ് കേസസിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ യുവർ ഹെൽത്ത് ഇസ് അവർ പ്രയോറിറ്റി. ഡു ഫോളോ us for more videos. Thank you.